Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കുട്ടികൾക്കായാലും വീട്ടുകാർക്കായാലും കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി പറയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. എന്നാൽ ശരി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ലതുപോലെ ചൂടായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ആ ചൂടൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ആവിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് വേണ്ടി വരും. ഈ ചൂട് ഉരുളക്കിഴങ്ങിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു 2 കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതിൻ്റെ പേരിലാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുകയാണ്. വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്, അതും ചേർക്കാം. അധികം മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനു കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഫൈനലി ഇതിലേക്ക് ഒരു പകുതി ചെറിയ ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ഇനി ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്തിട്ട് കിട്ടും. പകുതി അളവിൽ മാത്രം ഒന്ന് വെന്തിട്ട് കിട്ടിയാൽ മതിയാവും. ഒരുപാടൊന്നും വേകേണ്ട ഒന്നും ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല ചൂട് വേണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ ഫില്ലിങ് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇനി വഴറ്റാനോ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ഫില്ലിംഗ് എല്ലാം നല്ല ചൂടായിട്ടാണ് ഉള്ളത്. നമുക്കിനി പ്രത്യേകിച്ച് ഇത് വേവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഫില്ലിംഗ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ചപ്പാത്തിക്ക് വേണ്ട മാവ് ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മുമ്പ് ഞാൻ ഈ ഫുൽക്ക തയ്യാറാക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാനത് വീണ്ടും കാണിച്ച് നിങ്ങളുടെ സമയമൊന്നും പാഴാക്കി കളയാത്തത്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഗോതമ്പ് മാവും പിന്നെ ഇളം ചൂടുള്ള പാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചപ്പാത്തി തയ്യാറാക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താലും മതിയാവും. അതല്ല ഈ മാവ് കുഴയ്ക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് വലുതായിട്ട് പരത്താതെ ഒരല്പം ചെറുതായിട്ട് വേണം നമ്മളിതിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിനുള്ളിലേക്ക് ഫില്ലിങ് വെക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2 സൈഡിൽ നിന്ന് നമുക്കിതുപോലെ ഒന്ന് മടക്കി വയ്ക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് മടക്കിയെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഈ താഴത്തെ സൈഡിൽ തിരിച്ച് മടക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കയ്യിലൊരല്പം വെള്ളം തൊട്ടിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കറക്റ്റായിട്ടങ്ങ് മടക്കി വെച്ചാലും മതിയാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫില്ലിംഗ് എല്ലാം ചപ്പാത്തിയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറിലൊന്ന് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം നെയ്യ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ നെയ്യിൽ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ്. അതിൻ്റെ പേരിലാണ് നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുന്നത്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർത്താലും മതിയാവും.
രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മളിത് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട്. സ്കൂളിലത്തേക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയാണ്. ഇതിന് ഇനി പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. വേറെ ഒരുപാട് കറികളൊന്നും വെച്ച് നമ്മളിന് സമയം കളയേണ്ട ഒന്നും ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.